ഈ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം ആണ്, അതായത് പുലർച്ചെയോടെയാണ് പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രതികരണം അടക്കം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ പ്രതിഷേധത്തെ എത്രത്തോളം ഗൗരവത്തോടെ കേന്ദ്ര സർക്കാർ കാണുന്നു. ഈ സമരം ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായ ചില നീക്കങ്ങൾ നടക്കുന്നു. അതാണല്ലോ നമുക്ക് വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ സമരത്തെ കേന്ദ്ര സർക്കാർ വളരെയധികം ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വീഡിയോ സന്ദേശം പങ്കുവച്ചത്. ഇന്നലെ രാവിലെ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ഈ വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടെയാണ് ഒരു വീഡിയോ സന്ദേശം കൂടി അദ്ദേഹം തൻ്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ ഇതിൽ അദ്ദേഹം ഉറപ്പ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് മന്ത്രിസഭാ ക്യാബിനറ്റ് ചേരുന്നുണ്ട്. ഈ ക്യാബിനറ്റിൽ ഈ പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടുത്ത നടപടികൾ തങ്ങൾ സ്വീകരിക്കും. അതുപോലെ തന്നെ മന്ത്രിസഭ ഒരു പുതിയ ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നുണ്ട്. ഈ കരടിൽ പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട കുറ്റവാളികളുടെ അതിവേഗ വിചാരണയും അവർക്ക് കടുത്ത ശിക്ഷയും തന്നെ ഉറപ്പാക്കും. ഈ ബില്ല് അടുത്ത ആഴ്ച തന്നെ പാർലമെന്റിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് അത് പാസ്സാക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകുന്നത്. ഇതിന് പിന്നാലെ ഇതിനെതിരെ ചില വിമർശനങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇന്നലെ രാത്രി തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിൽ കടുത്ത വിമർശനം ഉന്നയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വീഡിയോ പ്രഹസനമാണ്. അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഈ ഒരു പ്രസ്താവന അത് അപലപനീയമാണ്. അത് ഇപ്പോൾ 3 ആവശ്യങ്ങളാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അതുപോലെ തന്നെ രാജ്യത്തിനോട് മൊത്തത്തിൽ ക്ഷമ പറയുക, വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരുവിധ നടപടികളും സ്വീകരിക്കരുത് എന്നീ 3 ആവശ്യങ്ങൾ പറയുന്നു. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയും നരേന്ദ്രമോദിയുടെ വീഡിയോയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നരേന്ദ്രമോദി ഒരു വൺ സൈഡഡ് മൻ കി ബാത്ത് ആണ് ഈ വീഡിയോയിലൂടെ നടത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ഒട്ടും ആരെയും ഭയക്കാതെ പാർലമെന്റിൽ വന്ന് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. പരീക്ഷാ ചോർച്ചയിൽ പാർലമെന്റിലാണ് മറുപടി പറയേണ്ടത്, അല്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള വീഡിയോയിലൂടെ അല്ല എന്നും മല്ലികാർജുൻ ഖാർഗെ പറയുന്നു. അതുപോലെ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത്, ഇന്ന് 11 മണിക്ക് പാർലമെന്റ് സമ്മേളനം ചേരും, അതിനു മുൻപ് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നും കടുത്ത ഭാഷയിൽ തന്നെ മല്ലികാർജുൻ ഖാർഗെ പറയുന്നു. വിദ്യാർത്ഥികളോട് തീർച്ചയായും അവിടെ അജയ്, ഇതാണല്ലോ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു അന്തരം. അതായത് ഈ വിഷയത്തിൽ ചർച്ച വേണം എന്നത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ്, ചർച്ചയ്ക്ക് ഒരുക്കമാണ് എന്ന് കേന്ദ്ര സർക്കാരും പറയുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഇങ്ങനെയൊരു ചർച്ചയിലേക്ക് കടക്കണമെങ്കിൽ അതിനു മുമ്പ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആണ് ആവശ്യപ്പെടുന്നത്. രാജിക്ക് ശേഷം ചർച്ചയാകാം. ഇതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് തന്നെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെക്കുറിച്ചുള്ള ഒരു സൂചനയും പ്രധാനമന്ത്രിയുടെ ഈ വീഡിയോ സന്ദേശത്തിൽ ഇല്ല. അങ്ങനെയൊന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് ഒരു പക്ഷേ ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായേക്കും. അതായത് പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തുമ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായേക്കും. ആ പുനഃസംഘടനയിൽ ധർമ്മേന്ദ്ര പ്രധാനം മാറ്റി നിർത്തിയേക്കും എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ ഒരു മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സാധ്യതയില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച ശേഷം ഒരു ചർച്ച, അതിലേക്ക് സർക്കാർ കടക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ലല്ലോ അജയ്. തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ള CJPയുടെയും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെയും ആവശ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെയും കടന്നിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായി BJPയുടെ ഒരു വലിയ പരാജയമാകുമോ എന്നുള്ള കാര്യം അവർ തീർച്ചയായിട്ടും ഭയപ്പെടുന്നുണ്ട്. അത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും മറ്റ് പല പൊതുവേദികളിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും അവർക്ക് വലിയൊരു ക്ഷീണവും സമ്മാനിച്ചേക്കാം. അതുപോലെ ഇന്നലെ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചത് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദയും അതുപോലെ ഡോക്ടർ ജിതേന്ദ്ര സിംഗുമാണ്. ഇവർ സോനം വാങ്ചുക്കിന് നൽകിയിട്ടുള്ള ഉറപ്പുകളിലാണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പറയുന്നില്ല. ഇതിൽ സോനം വാങ്ചുക്കിന് ഉറപ്പ് നൽകിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കില്ല, അതുപോലെ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കടുത്ത നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കും, ഈ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ
തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാര തുക കേന്ദ്ര സർക്കാർ ഉറപ്പാക്കും. ഈ ആവശ്യങ്ങളാണ് സോനം വാങ്ചുക്കിനോട് അവർ സോനം വാങ്ചുക്കിന്റെ അടുത്ത് അവർ അംഗീകരിച്ചതായി പറയുന്നത്. അതിനുശേഷം അതിനു മുൻപേ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ സന്ദേശത്തിലാണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ CJP സമരത്തെ സംബന്ധിച്ചോ യാതൊരുവിധ പരാമർശങ്ങളുമില്ല. അപ്പോൾ രാഷ്ട്രീയപരമായി പ്രതിപക്ഷത്തിന് മുന്നിലോ CJPക്ക് മുന്നിലോ കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു സമവായത്തിലേക്ക് BJP അടുക്കുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകുന്നില്ല എന്ന് വേണം നമുക്ക് നിലവിലെ സ്ഥിതിഗതികൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്നും തീർച്ചയായിട്ടും പാർലമെന്റ് അടക്കം പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. അതിനിടെ പാർലമെന്റ് ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപേ DMK പാർട്ടി ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഈ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടാണ് DMK ഒരു അടിയന്തര പ്രമേയത്തിന് നിലവിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ നിന്നുകൊണ്ട് ഇപ്പോൾ DMKയും കോൺഗ്രസും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, പടലപ്പിണക്കങ്ങൾ എല്ലാം നമുക്കറിയാം. ഇന്ത്യ മുന്നണി യോഗത്തിൽ ഉൾപ്പെടെ DMK പങ്കെടുത്തിരുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ വികാരത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിന്നേക്കും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ DMK ഇത്തരം ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൂടി നൽകിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വാങ്ചുക്കിൻ്റെ നിരാഹാര സമരം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിമാർ നേരിട്ട് എത്തുകയും അങ്ങനെ സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. നമുക്കറിയാമല്ലോ, ഈ പ്രതിഷേധത്തിന് ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധ വന്നത് വാങ്ചുക്കിനെ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന്, അതായത് സമരവേദിയിൽ നിന്ന് പോലീസ് മാറ്റിയതോടുകൂടിയാണ്. അതോടെയാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ ഈ ജന്തർ മന്ദറിലേക്ക് എത്തുന്നത്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഈ വാങ്ചുക്കിൻ്റെ സമരം അവസാനിപ്പിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ നിരാഹാരം അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണല്ലോ നൽകുന്നത്. അതോടൊപ്പം ഇന്ന് 12:30 നടക്കാൻ പോകുന്ന ചർച്ച, ആ ചർച്ചകളിലുമൊക്കെ ഈ സൂചിപ്പിക്കുന്ന പോലെ CJPയും ചില പിടിവാശികളുണ്ടായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഒരുക്കമുള്ളൂ എന്നുള്ളതായിരുന്നു CJPയുടെ നിലപാട്. പക്ഷേ അവരും വഴങ്ങുന്നു. സ്വാഭാവികമാണ്, ഒരു പ്രതിഷേധവും എതിർപ്പും ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും രണ്ടു ഭാഗത്തു നിന്നും അംഗീകരിക്കുക എന്നത് പ്രായോഗികമല്ല. ഈ ചർച്ചയിൽ എത്രത്തോളം പ്രതീക്ഷയാണ് കാണുന്നത് അജയ്? ഇന്നത്തെ ചർച്ച തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു ചർച്ചയ്ക്ക് തയ്യാറായതിൽ CJP നന്ദി പറയുന്നുണ്ട്. അതുപോലെ തുറന്ന മനസ്സോടെ കേന്ദ്ര സർക്കാർ ഈ ചർച്ചയ്ക്ക് എത്തണമെന്നും സൗരവ് ദാസ് CJPയുടെ വക്താവ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ CJP ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയുടെ വേദിയായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് ജന്തർ മന്ദിറാണ്. സർക്കാർ തല ഓഫീസുകളിലെത്തി ചർച്ച നടത്താൻ തങ്ങൾക്ക് താല്പര്യമില്ല, ജന്തർ മന്ദിറിൽ നേരിട്ടെത്തി ചർച്ച നടത്തണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു CJP പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വേദിയാണ് നിലവിൽ ഇതിനായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ്ബാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വേദിയാവുക എന്നും അറിയിച്ചിട്ടുണ്ട്. CJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരൊക്കെയാകും ഈ ചർച്ചയ്ക്ക് എത്തുക എന്നും അതുപോലെ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ആരൊക്കെയാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിലവിൽ വ്യക്തതയൊന്നും ലഭിച്ചിട്ടില്ല. ഈ ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. മാത്രമല്ല CJPയുടെ ഭാഗത്തു നിന്നും ഇന്ന് രാജ്യവ്യാപകമായി തന്നെ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് പല നഗരങ്ങളിൽ ഉൾപ്പെടെ ചെറിയ പ്രതിഷേധങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ജയ്പൂരിൽ ചില CJP പ്രവർത്തകർ അവിടെ ഒരു പ്രതിഷേധവുമായി എത്തി. ബീഹാറിലും പല ഭാഗത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ ഡൽഹിയിൽ ഒരു വളരെ കനത്ത സുരക്ഷ തന്നെയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ കടുത്ത നിർദ്ദേശം ഇന്നലെ ഉണ്ടായിരുന്നു. ഒരിക്കലും മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കരുത്, മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ഇന്നലെ അറിയിച്ചിരുന്നു. ബാർ അസോസിയേഷന്റെ ഒരു പരാതി പരിഗണിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കടുത്ത നടപടി. അതുകൊണ്ട് തന്നെ പോലീസ് സുപ്രീം കോടതിയുടെ ഒരു പരിഭവം ഒഴിവാക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലെ വക്കീൽമാർക്കും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥർക്കുമായിട്ട് പ്രത്യേക ബസ് സർവീസ് മെട്രോയ്ക്ക് പകരം ആരംഭിച്ചിട്ടുണ്ട്. പകരമായിട്ട് 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും പോലീസ് അടച്ചിട്ടു. ഇന്ന് രാവിലെ 7:30 മുതലായിരുന്നു മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടത്. ഇന്റർനെറ്റ് നിരോധനം ഉൾപ്പെടെ ഇപ്പോഴും
ജന്തർ മന്ദറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 200 പേരെ പോലീസ് കരുതൽ തടങ്കലിലും വെച്ചിട്ടുണ്ട്. ഈ കരുതൽ തടങ്കൽ വെച്ചിട്ടുള്ള ഈ 200 പേരെന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഡൽഹിയിലേക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് പ്രകടനമായിട്ട് വരികയായിരുന്നു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലീസ് ഇതിന് വിശദീകരണമായി പറയുന്നത് ഇവർ പലരും വിദ്യാർത്ഥികളല്ലായിരുന്നു, അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു യാത്രാ ഉദ്ദേശം തങ്ങൾക്ക് നൽകാൻ സാധിക്കാത്തവരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതെന്നും പോലീസ് വിശദീകരണം നൽകുന്നുണ്ട്. അതുപോലെ CJP വക്താവായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ അവർക്ക് ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം ഇരിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിരുന്ന 3 പേരെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വാർത്തയും ഒരു ആരോപണം കൂടി ഇന്ന് രാവിലെ ഉന്നയിക്കുകയുണ്ടായി. ഇതിനും പോലീസ് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നു. പോലീസ് പറയുന്നത് ഇത് റെഗുലർ ഒരു റൊട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ 3 പേരെ തടഞ്ഞു നിർത്തി പരിശോധിച്ചത്, അല്ലാതെ ഈ ഭക്ഷണം കൊണ്ടുവരുന്നത് തടയാൻ പോലീസ് ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ല എന്നൊരു വിശദീകരണം പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഡൽഹി പോലീസിനെതിരെയും കടുത്ത വിമർശനങ്ങൾ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റുകളുള്ള തോക്കുകൾ ഉപയോഗിച്ചു, അതിൽ പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. അതുപോലെ മുള്ളുകമ്പുകൾ കുത്തിവെച്ചിട്ടുള്ള ലാത്തികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു. പല പോലീസുകാരുടെയും പേര് മറച്ചുവെക്കുന്നു. സിവിലിയൻ വേഷത്തിൽ പോലീസുകാർ എത്തി വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ആരോപണമായി ഡൽഹി പോലീസിന് എതിരെ ഉണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ പലതരം പ്രചരണങ്ങൾ നടക്കുന്നതിനിടെ തങ്ങളുടെ ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടി അതിന് തക്കവണ്ണമുള്ള ഒരു വിശദീകരണങ്ങൾ കൂടി ഇപ്പോൾ നിലവിൽ പോലീസ് നൽകി വരുന്നു എന്നതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. തീർച്ചയായും കേന്ദ്ര സർക്കാരിന് കീഴിൽ ആണ് ഡൽഹി പോലീസ് എന്നതുകൂടിയാണ് ഈ ഘട്ടത്തിൽ ചേർത്ത് വെക്കേണ്ടതായി വരുന്നത്. അതായത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP ആരംഭിച്ച പ്രതിഷേധം അത് ഇപ്പോഴും തുടരുക തന്നെയാണ്. അതേസമയം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ വീഡിയോ സന്ദേശത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം കൂടുതൽ ശക്തമാക്കുമെന്നും ഒപ്പം കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്യുന്നു. നിർണായകമാകുന്ന ചർച്ച ഇന്ന് 12:30 നടക്കാനും പോകുന്നു എന്നുള്ളതാണ്.